അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ഇപ്പോൾ ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നത്, സർക്കാർ പറയുന്നതൊക്കെ ഈ കർഷകരെ സഹായിക്കാൻ വേണ്ടിയാണ്. ഓരോ ഇടപെടലിലും നമുക്കറിയാം ആന്റോ അഗസ്റ്റിനെ എങ്ങനെയൊക്കെ ഈ സർക്കാർ ഉപയോഗപ്പെടുത്തുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. മെസ്സിയെ കേരളത്തിലേക്ക് വരുത്താൻ വേണ്ടി ഈ പറയുന്ന ഈ കൊടും ക്രിമിനൽ, മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ മാത്രം 11 കേസുകളുള്ള ഒരു ക്രിമിനലിനെ മാത്രമേ ഇവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഇത് രാഷ്ട്രീയമായി ഒന്നുമില്ല, രാഷ്ട്രീയ ബന്ധം ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും തെളിഞ്ഞു വരുന്നത് വളരെ കൃത്യമായ പൊളിറ്റിക്കൽ നെക്സസ് തന്നെയാണ്. അഡ്വക്കേറ്റ് വി പി ശ്രീപത്മനാഭൻ, ആദ്യം തന്നെ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയാം, ഇതിൽ ക്രിമിനൽ ആക്ട് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം പരിശോധിക്കണം. കാരണം ഒന്നുകിൽ ക്രിമിനൽ ആക്ട് അല്ലെങ്കിൽ ഒരു സിവിൽ റോങ്, അതായത് കേരളത്തിലെ വനസമ്പത്തിന് നഷ്ടം വരുത്തുന്ന കോടികളുടെ മരം മുറിച്ച് നശിപ്പിക്കുന്ന ഒരു സിവിൽ റോങ്, അതോടൊപ്പം മരം മുറിക്കാൻ പാടില്ല എന്നുള്ള നിയമം നിലനിൽക്കെ മരം മുറിച്ചു എന്നുള്ള ക്രിമിനൽ കുറ്റം, ഇത് രണ്ടും നിലനിൽക്കുമോ? നിൽക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മുറിച്ചോളാൻ റവന്യൂ സെക്രട്ടറി ഒപ്പിട്ട ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് മുറിക്കപ്പെട്ടത്. ആ ഉത്തരവിൽ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പോയാൽ കുറ്റം നിൽക്കും, ആ ഉത്തരവ് പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് പോയാൽ. പക്ഷെ ആ ഉത്തരവിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് മരങ്ങൾ മുറിച്ചതെങ്കിൽ കുറ്റം നിൽക്കില്ല, സിവിൽ റോങ് നിൽക്കില്ല, ക്രിമിനൽ റോങ് നിൽക്കില്ല, രണ്ട് കുറ്റവും നിൽക്കൂല. ഇനി അങ്ങനെ നിർത്തണമെങ്കിൽ എന്ത് വേണം? ഈ മരം മുറിക്കാരും ഈ റവന്യൂ സെക്രട്ടറിയും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ഗൂഢാലോചന നടത്തി ഇത്തരത്തിലൊരു ഉത്തരവിറക്കി എന്ന് ഒരു കുറ്റം വരണം. അതിന്റെ പിന്നെ ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട്. കാരണം ഈ ഉത്തരവ് ഒരിക്കലും ഇറക്കാൻ പാടില്ലാത്ത ഉത്തരവാണ്. ഇവിടെ നേരത്തെ കോട്ട് ചെയ്ത 2 നിയമങ്ങളും നിലവിലുള്ള പഴയ വന നിയമം അനുസരിച്ച് അങ്ങനെ ഒരു ഉത്തരവ് ഇറക്കാൻ പാടില്ല. ആ ഉത്തരവ് ഇറക്കിയത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസ് ഇല്ലാത്തിടത്തോളം കാലം, ഉത്തരവിനെ നിങ്ങൾ തൊടാതിരിക്കുന്നിടത്തോളം കാലം, ഉത്തരവിൽ എന്നാണോ തുടങ്ങിയത്, എന്നാണോ ഉത്തരവ് പിൻവലിച്ചത്, ആ ദിവസത്തിനുള്ളിൽ ഉത്തരവിന്റെ 4 അതിരുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നടന്ന മരംമുറി കുറ്റകൃത്യമല്ല, സിവിൽ റോങ്ങും അല്ല, ക്രിമിനൽ റോങ്ങും അല്ല. അതുകൊണ്ട് ഈ പ്രതികൾക്കൊന്നും എതിരെ നടപടി എടുത്തിട്ട് വലിയ കാര്യമില്ല. നാളെ കോടതി പോയാൽ തള്ളിപ്പോവാനാണ് സാധ്യത. പക്ഷെ പ്രശ്നം എന്താണ്? മരംമുറിക്കാർക്ക് കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ളവരാണ്, സമ്പന്നരാണ്, വലിയ അഭിഭാഷകരെ വെച്ച് കേസ് നടത്താൻ ശേഷിയുള്ളവരാണ് എന്ന് സുപ്രീം കോടതി വരെ. പക്ഷെ ഈ പാവപ്പെട്ട 29ഓളം വരുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള കൃഷിക്കാർ, അവരിപ്പോ അപ്പീലും, അതിനിപ്പം ഈ അപ്പീൽ തിരുവനന്തപുരത്ത് തള്ളിയാൽ ഹൈക്കോടതി പോകണം. ഇതൊക്കെ ആയിട്ട് അവര് നടക്കുകയാണ്. അവർക്ക് കിട്ടിയത് 6000 രൂപ 7000 രൂപ. ഒരു ഹൈക്കോടതി അഭിഭാഷകൻ എങ്ങനെ ഏർപ്പാടാക്കണമെങ്കിൽ എത്ര പൈസ വേണമെന്ന് ഇവിടെ 2 വക്കീലുമാർ ഇരിക്കുന്നുണ്ട്, അവർക്കറിയാം. അപ്പോൾ അവർ കേസ് നടത്തുകയാണ്. സാമ്പത്തികമായി ശേഷിയില്ലാത്ത, ദാരിദ്ര്യം കൊണ്ട് മരം വെക്കാൻ നിർബന്ധിതരായ ആ ആളുകൾ ഇപ്പോ ഇനി ഹൈക്കോടതി പോകണം. ഈ അപ്പീൽ അവർ തള്ളിയാൽ ഹൈക്കോടതി പോകണം. അതുകൊണ്ട് കേസും കൂട്ടമൊക്കെ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. കേസും കൂട്ടവും ആയി മുന്നോട്ട് പോയാൽ ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ എടുത്ത ഒരു കേസും നിലനിൽക്കൂല. അങ്ങനെ എടുക്കണമെങ്കിൽ ഈ ഉത്തരവ് തന്നെ ചോദ്യം ചെയ്ത് അതിന്റെ പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് വരുത്തി ആ ഉദ്യോഗസ്ഥന്മാരെ കൂടി പ്രതികളാക്കി കേസെടുക്കണം. അല്ലാത്തടത്തോളം കാലം ഈ കേസൊന്നും നിൽക്കൂല. അപ്പൊ അതുകൊണ്ട് അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, സാക്ഷികളാവേണ്ടവരൊക്കെ പ്രതികളായി സാക്ഷികളായി നല്ല കളിയാണ് ഇവിടെ നടക്കുന്നത്.